ഹലോ! എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ട്ടോ. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് വീഡിയോയില് എനിക്കിപ്പം 24 വയസ്സായി. അപ്പൊ ഈ 24 വയസ്സില് ഞാൻ കുറച്ച് നഗ്ന സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടങ്ങ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഭയങ്കര നെർവസ് ആണ്. പക്ഷെ സാരമില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് തുടങ്ങുന്നേ. നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാര്യം ഞാൻ പഠിച്ചത് എന്താ അറിയോ? നമ്മുടെ ലൈഫില് എപ്പോഴും നമുക്ക് ഓരോരോ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ സ്കൂള് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം സെറ്റാവും, എല്ലാം ക്ലിയർ ആവും. ഈ സ്കൂൾ സമയമാണ് ഏറ്റവും മോശപ്പെട്ട സമയം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ഓരോ ഗ്രേഡിലോട്ട് നമ്മളിങ്ങനെ കൂടിക്കൂടി വരുംതോറും ലൈക്ക് നമുക്ക് ഏജ് ഓരോന്നായിട്ട് കൂടിക്കൂടി വിടുംതോറും നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് വരും. ഒരിക്കലും അത് എന്താ പറയാ നല്ലതല്ലാന്നല്ലാട്ടോ ഞാൻ പറയണേ. പക്ഷേ നമ്മള് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യംന്ന് വെച്ചാല് നമ്മുടെ ലൈഫ് ഒരിക്കലും ക്ലിയർ ആവൂല. എന്നുവെച്ചാ എല്ലാവർക്കും എല്ലാം തികഞ്ഞൊന്നും കിട്ടൂലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിച്ചോണ്ടിരിക്കേ ചെയ്യരുത്. പിന്നെ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കും ഓ നമ്മളൊരാളിനെ കാണുമോ അപ്പൊ നമ്മൾ വിചാരിക്കും ഓ അവരെന്ത് സെറ്റായിട്ടാ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് ഹാപ്പിയാണ്. പക്ഷെ ഒരിക്കലും അല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് ഭയങ്കര ഹാപ്പിയാണ്. ഇൻ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ സ്ട്രഗിൾസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. പക്ഷെ അത് നമുക്ക് ശരിക്കും മനസ്സിലാവൂല. എന്ന് വെച്ചാൽ അവരത് പുറത്ത് കാണിക്കുന്നില്ല. അവര് പുറമേ കാണുന്ന സമയത്ത് എന്താ ഭയങ്കര ഹാപ്പി. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യാ. നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മുടെ കൂടെ ഒരു പോയിന്റ് വരെ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മളെ ചിലപ്പോൾ ചതിക്കും. നമ്മുടെ കാര്യങ്ങള് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ സോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ലൈഫില് ഓരോ സ്മോൾ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമല്ലോ. ലൈക്ക് എന്തെങ്കിലും കുഞ്ഞു 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 കാര്യങ്ങൾ ചെയ്യുമല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ആ കുഞ്ഞു 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 സ്റ്റെപ്പ് കൂടിച്ചേരുമ്പോഴാണ് ഒരു വലിയൊരു മാറ്റം നമുക്ക് വരാം. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ലൈഫില് എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ ഇത് ചെയ്യാമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. അത് ഭയങ്കര നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എല്ലാം സെറ്റായിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പൊ ഇൻ റിയാലിറ്റി ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല. പക്ഷെ ഞാൻ ജസ്റ്റ് തുടങ്ങി വെക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് എന്താകുംന്ന് ഞാൻ പോസിറ്റീവായിട്ടാ ചിന്തിക്കുക. പക്ഷെ ഔട്ട്പുട്ട് എന്താവുംന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സില് എന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഞാൻ ഇടുക. ബാക്കിയൊക്കെ എന്താ പറയാ അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ നിങ്ങൾക്ക് ഈ എന്താ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.